നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള ജൂത സിനഗോഗിൻ്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബെന്നി ബെഹനാൻ എം പി അഭിപ്രായപ്പെട്ടു. പൈതൃക സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ഉണ്ടെന്ന് എം പി പറഞ്ഞു. പോക്സോ പ്രതിയായ മാള CPM ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പാലിയന്തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. പാലിയന്തുരുത്ത് കോഴിപ്പറമ്പിൽ 63 വയസ്സുള്ള ബോസാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മാള ജൂത സിനഗോഗിൻ്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുസിരിസ് അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ടെന്ന്, പൈതൃക സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ഉണ്ടെന്നും MP പറഞ്ഞു. ഇതിൻ്റെ ഈ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. കാരണം ഇത് നേരത്തെ പഞ്ചായത്തിന് കൈമാറിയതാണ് സ്ഥാപനം. അപ്പോൾ സ്വാഭാവികമായും ആർക്കാണോ കൈമാറിയത് അവരാണ് ഇത്തരത്തിലുള്ള പൈതൃക സ്ഥാപനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത്. പക്ഷേ പഞ്ചായത്ത് അതിനുശേഷം ഇത് മുസ്ലിസിനെ ഏൽപ്പിച്ചു. മുസ്ലിസ് ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം 75 ലക്ഷം രൂപ മുടക്കി ഇതിന് നവീകരണ പ്രവർത്തനത്തിന് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അത് എത്ര രൂപ ചെലവഴിച്ചു, എന്തെല്ലാം പണി ചെയ്തത് എന്നതിനെക്കുറിച്ച് മുസ്ലിസ് സ്വാഭാവികമായും തുറന്നു പറയേണ്ടതാണ്. ഞാൻ മുസ്ലിസിന് ഗവൺമെൻറ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. ഏത് പൈതൃക സ്ഥാപനങ്ങളും ഏത് വസ്തുക്കളും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഗവൺമെൻറ്റിനുണ്ട്, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓരോ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ എല്ലാ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളെയും പൈതൃകത്തെയും കാത്തു സൂക്ഷിക്കുക എന്നത് വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ സമന്വയത്തിൽ വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടു. ബഹുമാനായ മന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത അദ്ദേഹം പറഞ്ഞതാണെന്ന് എനിക്കെല്ലാം പത്രങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ട്, അദ്ദേഹം ഇത് എംബസിക്ക് അദ്ദേഹം കത്തെഴുതുന്നതാണ്. എംബസിക്ക് എഴുതേണ്ട ഒരു കത്ത് എഴുതേണ്ടതല്ല. കാര്യം ഏത് എംബസിക്ക് എഴുതേണ്ടത്? ഇതിപ്പോൾ ഇത് സംസ്ഥാന ഗവൺമെൻറ് സ്വത്താണ്. എംബസിക്ക് എഴുതിയത് വീണ്ടും ഇത് ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൈമാറുക എന്നതാണ് അതിനകത്ത് തൊലി വരുന്നത്. അത് നിർഭാഗ്യപരമായി പോയി അദ്ദേഹം അതിന് പ്രസ്താവന കൊടുത്തു. എംബസി അല്ല ചെയ്യുന്നത്. ഏതായാലും ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകമാണ്. മാളയെ സംബന്ധിച്ചിടത്തോളം മാളയുടെ എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് വിദേശികൾ പോലും വന്ന് കണ്ടുപോകുന്ന സ്ഥാപനമാണ്. ഇത് അടിയന്തരമായി ഇതിൻ്റെ നവീകരണം നടത്തി ഇനിയും ഏതെങ്കിലും ഒരു കാലാവസ്ഥയിൽ രണ്ട് മഴയുണ്ടാകുമ്പോൾ പൊളിഞ്ഞു വീഴാത്ത അല്ലാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായി ഈ സ്ഥാപനം കാത്തു സൂക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാളയിൽ ദിവസങ്ങൾക്ക് മുമ്പ് മേൽക്കൂര തകർന്ന ജൂത സിനഗോഗ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോക്സോ കേസിൽ പ്രതിയായ മാള CPM ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സമരം DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അവിചാരിതമെന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാരണം അവിചാരിതമായിട്ടാണ് ഇത് പുറത്തു വന്നത്. കുറെ നാളുകളായി CPM-ന്റെ അകത്ത്, വലിയപറമ്പിലെ ലോക്കൽ കമ്മിറ്റിക്കകത്ത്, വലിയപറമ്പിലെ സഖാക്കൾക്കിടയിൽ നീറുന്ന പുകയുന്ന ഒരു കാര്യം വളരെ അവിചാരിതമായിട്ട് പുറത്തു വന്നു എന്ന് മാത്രം. നമുക്കറിയാം, ഞങ്ങൾ ഇന്ന് ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ പരിശോധിച്ചവർ ഒറ്റ സഖാക്കളും ഇന്ന് പുറത്തില്ല. നേതാക്കൾ ആരും പുറത്തേക്ക് തലയിടുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ മാറി നിൽക്കുകയാണ്. ആരുടെ പേരാണ് ഇനി ഈ 16-കാരൻ വിളിച്ച് പറയുന്നത് എന്ന് ആർക്കും അറിയാത്തൊരു വിശേഷത്തിൽ എങ്ങനെ പുറത്തു വരും? ഞങ്ങളുടെ ജാഥ കടന്നുപോയത് ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലൂടെയാണ്. എന്നാ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഓഫീസിലെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കിയപ്പോൾ അവിടെ വാതിലടച്ച് ജനലടച്ച് സ്ഥലം വിട്ടിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്യുക, ഒത്തുതീർക്കാൻ ശ്രമിച്ചവരുടെ പേരിൽ കേസെടുക്കുക, CPM പോലീസ് ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ സമരത്തിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജോഷി കാഞ്ഞൂത്തറ, സോയി കോലഞ്ചേരി, അബി പ്രസാദ്, അമൻ അൻസാർ, ഷേളി ജോയി, വത്സൻ പഴൂക്കര, അമ്പിളി സജീവ്, ജോയ് ചാക്കോള, ജിയോ കൊടിയൻ, ഷീല ജോസ് എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ പാലിയന്തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു.
പാലിയന്തുരുത്ത് കോഴിപ്പറമ്പിൽ 63 വയസ്സുള്ള ബോസാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇയാളെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. ഇനി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ വെജ് ബിരിയാണിയോ കുട്ടികൾക്ക് നൽകണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും മെനുവിൽ ഉൾപ്പെടുത്തി. റാഗി ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ആഴ്ചയിൽ ഒരിക്കൽ നൽകണം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ വിളമ്പാൻ പോകുന്ന ഉച്ചഭക്ഷണങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു. ലെമൺ റൈസ്, വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം. ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ, കൂട്ടുകറി, കുറുമ നൽകുന്നു. മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് പരിഷ്കരണം. മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങി വിവിധ ഇനം വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയോടൊപ്പം കൂട്ടുകറി, കുറുമ തുടങ്ങി എന്തെങ്കിലും വെജിറ്റബിൾ കറികളും നൽകുന്നു. വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ 1-2 ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യവും പരിഗണിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് റൈസ്, ബിരിയാണി, ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണ്. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ്, മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, പാലുപയോഗിച്ച് ക്യാരറ്റ് പായസം, റാഗിയോ മറ്റു മില്ലറുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ MA ലൈലകുമാരി, PTA പ്രസിഡന്റ് NA അബ്ദുൾ ഷുക്കൂർ, വാർഡ് മെമ്പർ ജോബി ശിവൻ, ഹൈസ്കൂൾ HM D ബിജു, LP പ്രധാനാധ്യാപിക P വീണ, MB ഹംസ, CV ബിജു, NM ഉഷ എന്നിവർ സംസാരിച്ചു. KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് സ്മൃതി ദിനം ആചരിച്ചു. ശാഖ പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷത വഹിച്ചു. മാള ഏരിയ യൂണിയൻ ട്രഷറർ UV വിശ്വനാഥൻ, ശാഖാ സെക്രട്ടറി UD സജീവൻ, MK കുമാരൻ, KK വിജയൻ, പരമു തടത്തി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ജൂദാൻ സിനഗോഗിൻ്റെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. പൈതൃക സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ഉണ്ടെന്ന് MP പറഞ്ഞു. പോക്സോ പ്രതിയായ മാള CPM ലോക്കൽ കമ്മിറ്റി അംഗം PO ഷാജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പാലിയന്തുരുത്തിൽ മത്സ്യത്തൊഴിലാളി പുഴയിൽ മുങ്ങി മരിച്ചു. പാലിയന്തുരുത്ത് കോഴിപ്പറമ്പിൽ 63 വയസ്സുള്ള ബോസാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.